ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടക്കക്കാരായവർക്ക്, അതായത് ഓർക്കിഡിനകത്ത് പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് എങ്ങനെയാണ് ഓർക്കിഡ് നട്ടുപിടിപ്പിക്കേണ്ടത് എന്നറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ കാണുന്നത് പോലെ നമ്മുടെ വീടുകളിലും ഒരുപാട് ഓർക്കിഡ് ഇല്ലെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടായി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടല്ലേ. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ മണ്ണിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ചെടികളെക്കാളും വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചുരുങ്ങിയ സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ തൈ നമുക്ക് നട്ടുപിടിപ്പിക്കുകയും അതുപോലെ അതിനെ നല്ല കരുത്തോടെ വളർത്തിയെടുക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പൂവുണ്ടാവാനും നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു തൈ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കുക എന്നാണ് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് ചകിരിയുടെ തൊണ്ടാണ്, ഇത് കുറച്ച് ചാർക്കോളാണ്, ഇതെല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് കുറച്ച് ഓടും കഷ്ണം, അതല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണം അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു 4 ഇഞ്ച് വെടുത്ത് വരുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന ചെടീനെ എങ്ങനെ നട്ടുപിടിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇന്ന് വളരെ ചുരുക്കം വീടുകളിലായിരിക്കും അല്ലേ അടുപ്പ് കത്തിക്കുന്നതുണ്ടാവുക. ഇപ്പം എല്ലാവരും ഒരുവിധം ഗ്യാസ് ആ ഒരു സൗകര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചാർക്കോൾ പുറമേ നിന്ന് മേടിക്കാനും കിട്ടും. അതെല്ലാം നല്ല രീതിയിൽ വിറകൊക്കെ വെച്ച് കത്തിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ചാർക്കോൾ കഷ്ണങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടിയിൽ ഒരിത്തിരി 2-4 കഷ്ണം ഓടിൻ്റെയോ ഇല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെടി അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ചകിരിയുടെ തൊണ്ടാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ എന്ത് വെക്കുമ്പോഴും നല്ല രീതിയിൽ അമർത്തി വെക്കാനായിട്ട് നോക്കണം. ഈ ചകിരിയുടെ തൊണ്ട് വെച്ചതിന് ശേഷം കുറച്ച് ചാർക്കോൾ ഇട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇത്തിരി ഓടും കഷ്ണം കൂടി ഇട്ട് നല്ല രീതിയിൽ അമർത്തി വെക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ വീശിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ ചട്ടിയിൽ നിന്നും ഇളകി താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓടും കഷ്ണം, ചകിരിത്തൊണ്ട്, നമ്മുടെ ചാർക്കോൾ ഇതൊക്കെ നല്ല രീതിയിൽ നനയാവുന്ന പാകത്തിന് നമ്മളൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം ഒരുപാട് വെയിൽ കിട്ടാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയും വേണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, നമ്മൾ തൈ കിട്ടിക്കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ഇത്തിരി സാഫ് കലർത്തിയ വെള്ളത്തിനകത്ത് ഒന്ന് നമ്മുടെ ചെടിയെ മുക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോവാനായിട്ട് വളരെ സഹായകമാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളത് ഓർക്കിഡിൻ്റെ സീഡ്ലിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് പലരും ചോദിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വെറും ചാർക്കോൾ മാത്രമാണെങ്കിലും വെറും ചകിരിയുടെ തൊണ്ടായാലും നമുക്ക് ഇതുപോലെ ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സുഖമാണ്. മറ്റ് ചെടികളെപ്പോലെ മണ്ണിനകത്ത് നമ്മൾ ഇടപഴകേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീഡിയോസായിട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ചെടിയെ കരുത്തുറ്റതാക്കാനൊക്കെ ആയിട്ടുള്ള മാർഗ്ഗങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. പിന്നെ നമ്മളുടെ കയ്യിൽ കുറച്ച് ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് ഉണ്ട്. അത് നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് ഉണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിനകത്ത് ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.